ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഡ്യുവറ്റാണ് വണ്ടി. അത് ജനറൽ സർവീസൊന്നുമല്ല, അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, ടെയിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അസംബ്ലി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അസംബ്ലി ആയിട്ട് നമുക്കത് മാറ്റണം. പക്ഷേ മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കവറിങ് അഴിച്ചാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് കംപ്ലയിൻറ്റിന് 2 റീസൺ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ബ്രേക്കിൻ്റെ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് സ്വിച്ച് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ഈ ലിവർ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കോൺടാക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് സെൽഫ് വർക്കിംഗ് ആക്കുന്നത്. ആ ഇത് കംപ്ലയിൻ്റ് ആണ്. പിന്നെ എന്ന് വെച്ചാൽ ഫ്രണ്ട് ഈ ബാക്കിലത്തെ ബ്രേക്ക് പിടിക്കുമ്പോൾ കേബിളൊക്കെ ഫുൾ ഓടായിട്ട് നിൽക്കുക. അതായത് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ ഫുള്ളായിട്ട് വലിഞ്ഞത് ഉണ്ടാകും. ബ്രേക്ക് പിടിച്ചാൽ അങ്ങോട്ടേക്ക് വലിയാനില്ലാത്ത കണ്ടീഷനിൽ നിൽക്കണേ. ഇത് പഴിക്കുകയാണെങ്കിൽ കേബിളും ഈ ലൈനറും കൂടി മാറ്റിയാലാണ് ബ്രേക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ബ്രേക്ക് നമ്മൾ ഒരുപാട് ബലം പിടിച്ചിട്ട് വേണം നിൽക്കണമെങ്കിൽ. ഇത് അഴിക്കണേക്കാളും മുമ്പ് പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ അഴിച്ചിട്ട് പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഔട്ടർ ഒന്നുകൂടി വലിയും, പിന്നെ ബ്രേക്ക് കിട്ടാനുള്ള സാധ്യത കുറവും. അപ്പോൾ അത് അഴിച്ച് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ കേബിളും ലൈനറും മാറ്റാടാണെങ്കിൽ ആ കംപ്ലയിൻ്റ് അവിടെ തീർന്നു നോക്കുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ സെൽഫിൻ്റെ വേറൊരു കംപ്ലയിൻ്റ് നമ്മൾ ബാറ്ററിയുടെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ബാറ്ററി നമുക്കിതും ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2021 അതിൻ്റെ വർഷം. മാനുഫാക്ചർ ചെയ്ത വർഷം 2021 മോഡലാണ്. അപ്പോൾ നമ്മളതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.92 വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൂടാണ്. കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിലവിൽ ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ഇല്ല. സെൽഫ് എടുക്കാത്തതിൻ്റെ റീസൺ അതാണ്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ടെർമിനലിൽ ഈ ഫ്യൂസ് കാരിയർ അതൊക്കെ ആയിരിക്കണം. ആ മീറ്റർ ഡൗൺ ആയി പോയെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചത് അതുകൊണ്ടായിരിക്കാം. പ്രത്യക്ഷത്തിൽ അതല്ലാതെ കൊണ്ട് വേറൊരു കംപ്ലയിൻറ്റ് നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട് കിട്ടുന്നില്ല. ആ ബ്രേക്ക് സ്വിച്ചിൻ്റെ പ്രശ്നമാണ് കാണിച്ചായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ബ്രേക്ക് കേബിളിൻ്റെ കേസും പരിഗണിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലുള്ള ഡിക്കിയുടെ ലോക്ക് കേബിളും ലോക്ക് സെറ്റ് കുഴപ്പമില്ല. ഈ കേബിൾ ഔട്ടർ വലിഞ്ഞേക്കാം. ഈ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ കേബിളിനൊക്കെ നല്ല ലെങ്ത്താണ്, നീട്ടം കൂടുതലാണ്. നീട്ടം കൂടുതൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറേ കഴിയുമ്പോൾ വണ്ടി ഇങ്ങനെ ഷെയ്ക്കുന്നതിനനുസരിച്ച് ജർക്കിങ് വരും, ഷെയ്ക്കിങ് വരും. അപ്പോൾ കേബിളിൻ്റെ ഔട്ടർ മാത്രമാണ് വലിച്ചിൽ വരുള്ളൂ. ഇന്നറിന് ആ സെയിം നീട്ടായിരിക്കും. ഔട്ടർ വലിയുമ്പോൾ പിന്നെ ഇന്നർ വലിയാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ആവും. അങ്ങനെയാണ് ഈ കേബിളിൽ ഡാമേജ് വന്ന് പോകും. ഇപ്പം നിലവിൽ നമുക്കത് മാറ്റിയിടണം. ആ ബ്രേക്കിൻ്റെ കേസും ചെയ്യാം. ഇപ്പോൾ ബാക്കിലത്തെ ടൈലൈറ്റ് അസംബ്ലി നമുക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ 945 രൂപയാണ് ഐറ്റത്തിൻ്റെ റേറ്റ്. അത് അസംബ്ലിയെ പാടി ഇങ്ങനെ സെറ്റായിട്ടാണ് തന്നെ, അങ്ങനെ ഫുൾ സെറ്റായിട്ട് തന്നെ. ഇതേപോലെ ഫുള്ളായിട്ട് അയച്ച് മാറ്റിയാലാണ് അത് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് ചെയ്തോളാൻ പറഞ്ഞ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് 2 മിറർ പിടിപ്പിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഡ്യുവറ്റിൻ്റെ ഓൾറെഡി കംപ്ലയിൻ്റ് ഉള്ളിൽ നിന്ന് തിരിഞ്ഞു പോലും. അപ്പോൾ നമുക്ക് ഹോണ്ട ഡിയോൻ്റെ ആണ് സെറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ വേറെ കംപ്ലയിൻറ്റ്സ് വരില്ല. പൊട്ടിപ്പോകാതെ മാറ്റേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ പൊട്ടിയിട്ടല്ല, വെറുതെ തിരിഞ്ഞ് പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടാണ്ട് വരുമ്പോൾ അയച്ച് മാറ്റിക്കളേണ്ട സിറ്റുവേഷൻ വരണം. അത് റിപ്പീറ്റ് തന്നെ അതുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻ്റ് ഉണ്ടാവില്ല. അത് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക് ലൈനറും ബ്രേക്കിൻ്റെ കേബിളും ബാക്കിലത്തെ ആ ടൈലൈറ്റ് അസംബ്ലി, സീറ്റിൻ്റെ കേബിള്, ക്യാച്ചറിൻ്റെ കേബിള്, ബ്രേക്കിൻ്റെ സ്വിച്ച്, അതെല്ലാം പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അതേപോലെ തന്നെ വണ്ടി ഇടയ്ക്കൊന്ന് സർവീസും കൂടി ചെയ്യിക്കുക. കാരണം വെച്ചാൽ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒക്കെ കേബിൾ കഴിഞ്ഞിരിക്കുന്നുണ്ടോ. തൽക്കാലം നമുക്ക് ബാക്ക് ബ്രേക്ക് സെറ്റാക്കാം. സർവീസിന് കയറുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്കിൽ അഴിച്ചിട്ട് ആ ബ്രേക്ക് കേബിളൊക്കെ ഒന്ന് മാറ്റിക്കളയാം. വലിയ മഴ പിടിക്കുമ്പോഴത്തേക്കും കംപ്ലയിൻസുകൾ ഇനി ആരംഭമായിരിക്കും. അതിന് മുമ്പ് നമുക്കൊന്ന് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതേപോലെ തന്നെ സർവീസിന് കയറ്റുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല ചെളിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തൊക്കെ കയറ്റിയാൽ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ടൈമിൽ നമുക്ക് ചെയ്യലടക്കില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഡേറ്റ് പറയാൻ നമുക്കതും പ്രകാരം നമുക്ക് സർവീസിന് ഡേറ്റ് ബുക്ക് ചെയ്തിടാം. അതനുസരിച്ചിട്ട് നമുക്ക് വണ്ടി കയറ്റിയിട്ട് ഒരു ദിവസം നോക്കി ക്ലിയർ ചെയ്ത് പോകണമായിരിക്കും നല്ലത്. ഇപ്പം പറഞ്ഞ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താൽ കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.